ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നുള്ള എല്ലാവരുടെയും വിശേഷം. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോണത് ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. ഈവനിങ് വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. കാലത്ത് തുടങ്ങി വിചാരിക്കുന്ന വ്ളോഗ് ചെയ്യണമെന്ന്, പക്ഷേ ഇതേ വിചാരിച്ച് ഈ നേരം വരെയായി 4 മണിയായി, ചായയുടെ സമയമായി. ഇനി നമുക്ക് വേഗം ചായയൊക്കെ വെച്ചിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനുണ്ടല്ലോ അസല് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചൊന്നുമല്ല, അങ്ങനെ ഉച്ചോർക്കം പതിവുള്ള കാര്യമൊന്നുമല്ല. അത്രയും ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഉറങ്ങുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കയിൽ കിടന്ന് അവസാനം ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ കട്ടൻ ചായ വെച്ചാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണത്. പാലില്ല, പാല് വാങ്ങിക്കണം കേട്ടോ. പഞ്ചസാരാട്ടോ. കട്ടനാവുമ്പോ കട്ടൻ കാപ്പി എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കട്ടൻ ചായയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാനൊരാൾ മാത്രം ഇവിടെ ഇങ്ങനെ എന്താ പറയാ അലാം വെച്ചിട്ട് ചായ കുടിക്കില്ലേ, അതുപോലെ ചായ കുടിക്കണത് ഞാൻ മാത്രമാണ് കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്, ചായ കുടിക്കാൻ പോവാണ്. കടിയായിട്ട് ഇതേ കുക്കുവാടിയാണ് കേട്ടുള്ളത്. പിന്നെ ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ, അത് തല കുളിക്കാനല്ല കേട്ടോ. ഞാൻ വീക്ക്ലി 3 വട്ടം അല്ലെങ്കിൽ 4 വട്ടമൊക്കെ ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ, നല്ലപോലെ എണ്ണ ഹെവി ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് മേല് കഴുകാൻ പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ പഴയ കപ്പിന് മോചനം കൊടുത്തു കേട്ടോ. ആ ഒരു സ്റ്റീൽ കപ്പ് ഉണ്ടായിരുന്നില്ല, അത് മാറ്റി പിടിച്ച് ഞാൻ ഇപ്പം ഇത് വാങ്ങിയിട്ടോ. അപ്പം ഇതിലാണ് ഇപ്പം ചായ കുടിക്കലും കാര്യങ്ങളും ഒക്കെ. എന്നുണ്ടാക്കിയാൽ ഇതിൽ വെച്ച് കുടിക്കലാണ് കേട്ടോ. ആമി എൻ്റെ അടുത്ത് തല്ലൂടാറുണ്ട്, ഇതോരെണ്ണ വാങ്ങിയുള്ള എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാശി പിടിക്കുന്നുണ്ട്. ഇനി അവൾക്ക് ഒരെണ്ണം കണ്ട വാങ്ങണം. പക്ഷെ ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ പിടിച്ചാൽ അങ്ങനെ താങ്ങാൻ അത്ര എളുപ്പമുണ്ടാവില്ല, അവർ കുടിക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് സെറാമിക്കിൻ്റെ അല്ലേ. അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് അടുക്കള കാണുമ്പോണ്ടല്ലോ പറയാനില്ല, പ്രഷർ കൂടുന്നതല്ലേ. കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണം, കുക്കിംഗ് ഉണ്ട് ബാക്കി. അപ്പം നമുക്ക് വേഗം ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ പണികളിലോട്ട് കിടക്കാം. ചിലപ്പോൾ കടയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ കൂടെ കടയിൽ പോകേണ്ടി വരികയാണെങ്കിലോ. അപ്പം ഏതായാലും നമുക്ക് ഒന്ന് വൃത്തിക്കും മെനക്കൊക്കെ നല്ല കുളിച്ചിട്ടില്ല. പിന്നെ ഫേസ് വാഷ് ചെയ്തിട്ടില്ല, ഞാൻ സോപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കുളിക്കണ നേരത്ത് ഫേസ് വാഷ് ചെയ്യില്ല. അപ്പോൾ ഞാനാണെങ്കിൽ കുളിക്കാൻ നേരത്ത് ഫേസ് വാഷ് കൊണ്ടുപോകാനും മറന്നു. അപ്പോൾ ഏതായാലും ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാം. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് മിക്കവാറും ഞാൻ മറക്കും ഇതുപോലെ ഫേസ് വാഷ് കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് പോൺസിൻ്റെ ഫേസ് വാഷാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തു. ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോയ്സ്ചറൈസർ, സെറം കാര്യങ്ങൾ, ലിപ് ബാം ഒക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. തീരാറായിട്ടുണ്ട് ഓരോന്നൊക്കെ ആയിട്ട്. ചിലത് തീർന്നു, പക്ഷെ വാങ്ങുമ്പോൾ ഏതായാലും നല്ലത് നോക്കി വാങ്ങിക്കണമല്ലോ. കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഫണ്ടില്ല കൈസ്. കുറച്ച് ടൈറ്റിലാണ്, കാരണം കയ്യിലുള്ള കാശ് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വാങ്ങിക്കാൻ വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കാണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് എൻ്റെ ഫേവറേറ്റ് എന്നൊന്നും പറയാനില്ല. ഇതിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഇത് സ്കിന്നിനെ നല്ലോണം ഓയിലി ആക്കുന്നുണ്ട്. കുറേ അപ്ലൈ ചെയ്താൽ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ പറയണത് കുറേ ക്വാണ്ടിറ്റി കുറേ ആയിക്കഴിഞ്ഞാൽ ഓയിലും. അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് അത്ര പറ്റണതാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യണം. നമ്മളിനി പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിലോ കിടന്നോട്ടെ. മേക്കപ്പ് ഐറ്റംസ് ഒന്നും തീർന്നിട്ടില്ല, സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഓൾമോസ്റ്റ് തീർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സൺസ്ക്രീനും ഏകദേശം തീരാറായിട്ടോ. എൻ്റെ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതെടുത്ത് പെരുമാറാൻ തുടങ്ങിയത്. ഫേസ് സ്കാനൊക്കെ സ്ട്രോക്ക് ക്രീമാണ്. ജസ്റ്റ് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഫേസ് ഇടുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ വെറുതെ ഇതിനെതിർന്ന് വിചാരിക്കുന്നുണ്ടാവില്ല, ഞാൻ പുറത്ത് പോയാലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കണ്ടല്ലോ, അപ്പോൾ ഒത്തിരി മെനയായിക്കോട്ടെ. പിന്നെ എന്തായാലും കടയിലേക്കൊക്കെ പോകേണ്ടി വരും. ചേട്ടൻ വരുമ്പോഴാവും ചിലപ്പോൾ പോകുക, അല്ലെങ്കിൽ അതിന് മുന്നേ പോകും. എൻ്റെ വണ്ടി ഇവിടെ ഇല്ല, ചേട്ടൻ കൊണ്ടുപോയിരിക്കും. അപ്പം അത് കാരണം ആൾ വന്നിട്ടാവും പോകണ്ടാവാം. അപ്പം നമ്മൾ പറയില്ലേ, ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം. ഏതായാലും വൃത്തിക്കും മെനക്കൊക്കെ നടക്കാം. പോവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുക്കല്ലേ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ തീർന്നിരിക്കുകയാണ്. ചിലർക്ക് റീപർച്ചേസ് ചെയ്യണം. അതിലൊരെണ്ണമാണ് കേട്ടത് ഡെർമോക്കോന്റെ സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ, ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ളത്. ഇത് അടിപൊളി സാധനം. ഇനി ഇത് കുറച്ചേ ഉള്ളൂ. നമുക്ക് ഇത്
ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ മെലോഡിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് മേടിക്കുള്ളൂ, റീപർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിലും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ലാക്മിയുടെ ലിക്വിഡ് സൺസ്ക്രീൻ വന്നിട്ട് സൂപ്പർ സാധനമാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും കേട്ടോ. ഞാൻ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ലാക്മിയുടെ ആ ഒരു ലിക്വിഡ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് വേറെ സ്ട്രോക്ക് ക്രീമിനൊന്നും ആവശ്യമില്ല, അത്രയും ഗ്ലോ ഫേസിന് കിട്ടും. അതുപോലെ അത്ര ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. സ്മെല്ലോ അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ എന്നൊക്കെ പറയുന്നത്. ഒരു മാതിരി സ്മെല്ലാണ്. സൺസ്ക്രീനിൻ്റെ പ്രത്യേകിച്ചൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മിക്ക ബ്രാൻഡിൻ്റെയും. ഒരുമാതിരി മരുന്നിൻ്റെ മണമൊക്കെ ആയിരിക്കും എല്ലാത്തിനും. അപ്പോൾ ഇതിനും അത് ഇതിൻ്റെ മണം അത്രയും നല്ലതെന്നൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു അതെന്നേലും പ്ലമ്മിൻ്റെ അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ലാക്മിയുടെ ഉണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ്. അതുപോലെ പോൺസിൻ്റെ സൺസ്ക്രീൻ്റെയും നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ ആ സൺസ്ക്രീൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ അണ്ടർആംസിൽ യൂസ് ചെയ്യുന്ന വാക്സ് ടൈപ്പാണ്, റോൾ ഓൺ ആണ്. ഇത് ആക്സിൻ്റെ ഡാർക്ക് ടെംപ്റ്റേഷൻ ആണ്. അടിപൊളി സ്മെല്ലാണ്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അണ്ടർ ആംസിൽ റോൾ ഓൺസ് യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്ന കാര്യം. ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നമ്മൾ ഇങ്ങനെ വെറുതെ മേലെ ഡ്രസ്സിൽ സ്പ്രേ ചെയ്ത് പോണ പോലെയല്ല, അത് അത്രയും ലാസ്റ്റിംഗ് ആയിരിക്കില്ല. സ്വെറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും റോൾ ഓൺസ് യൂസ് ചെയ്യുക. ഇത് അടിപൊളി സാധനമാണ്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. യൂണിസെക്സ് ആണ്. നൈറ്റൊക്കെ എടുക്കാൻ വരെ ഇതിൻ്റെ സ്മെല്ല് പിറ്റേ ദിവസത്തേക്ക് വരെ ഉണ്ടാവും. ഓക്കെ, ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട് ഫേസിൽ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വേഗം കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, മോരുകറി വെക്കാൻ കുക്കുംബർ വെച്ചിട്ട്. പിന്നെ അത് ക്യാബേജ് ആണ് കേട്ടോ. അത് ഞാനിങ്ങനെ അരിഞ്ഞ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര പീസായിട്ടല്ല, വലിയ വലിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടോ, ഇതും ഒന്ന് അരിഞ്ഞെടുക്കണം. അയ്യോ ഗൈസ്, ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടാ. അപ്പോൾ നമ്മൾ കുക്കുംബറൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഒരു കുക്കുംബർ ഞാൻ കറി വയ്ക്കാനായിട്ട് എടുക്കുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടം. നമ്മൾ മോരുകറി വെക്കില്ലേ വെള്ളരിക്ക ഇട്ടിട്ട്, അതുപോലെയാണ് കുക്കുംബർ കറി വെക്കുന്നത്. ഒരു കുക്കുംബർ എടുത്താൽ തന്നെ എനിക്ക് 2 ദിവസത്തേക്ക് കറി ഉണ്ടാവും കേട്ടോ. നമ്മൾ കുക്കുംബർ ഇതുപോലെ അരിഞ്ഞിട്ട് ഉള്ളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം പോവും. അരി പോലുള്ള ഭാഗമില്ല, അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുക്കുംബർ. പിന്നെ നമ്മുടെ ചോപ്പർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് അതുപോലെ ക്യാബേജ് ഈ ചോപ്പറിൽ അരിയാനുള്ള പ്ലാനാണ്. കുക്കുംബർ നമ്മൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ അരിയുള്ളൂ കേട്ടോ. ഞാൻ ഈ ചോപ്പറിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. അടിപൊളി സാധനമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ടൈം സേവിങ് ആണ്. നമുക്ക് കുറേ നേരം അരിഞ്ഞുകൊണ്ടൊന്നും നിൽക്കണ്ട. ടേസ്റ്റിനൊന്നും വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടോ. വെള്ളം കുടിക്കണം, വല്ലാണ്ട് ചെറുതാക്കുമ്പോൾ നീര് വരും. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അത് പിഴിഞ്ഞിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കുക്കുംബറിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മണ്ണീനെ പോലെ, ഒരു ക്യാമറ ഓണല്ലായിരുന്നു. അവസാനം ഞാൻ പൊട്ടനായി. ഓക്കെ, അത് നമ്മൾ കുക്കുംബർ അരിഞ്ഞിട്ടുണ്ട്. ഈ കുക്കുംബർ കഴുകി എടുക്കണം. ഓക്കെ, ഒരു കുക്കുംബർ തന്നെ ധാരാളമാണ് കണ്ടോ. ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ പീലർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ലിങ്ക് ഞാൻ താഴെ ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ കത്തി നല്ലതാണ് കേട്ടോ. ക്യാരറ്റ് കുറച്ച് എന്താ പറയുക വാടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പീൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്യാരറ്റ് എനിക്ക് ഭയങ്കര വിജയിക്കാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ, കാരണം പെട്ടെന്ന് കേട് വരുന്നുണ്ട് ക്യാരറ്റ്. ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് പീസുകളാക്കിയിട്ട് ബോക്സിലാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്നൊന്നും കേടങ്ങനെ വരില്ല, അല്ലെങ്കിൽ ആകെ അലമ്പായിട്ടിരിക്കും. അപ്പോൾ ഞാനിതൊക്കെ പീൽ ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോയി. നമ്മളിത് ക്യാരറ്റൊക്കെ ഈ ഒരു ചോപ്പറിലോട്ട് ഇടാണ് കേട്ടോ. എന്നിട്ട് ഇത് യൂസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ അടയ്ക്കുക, എന്നിട്ട് ഈ ത്രെഡ് വലിക്കുക. ഇനിയിപ്പോൾ ഈ ത്രെഡിൻ്റെ അല്ലാണ്ട് പ്രസ് ചെയ്യണ ടൈപ്പും ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കൈക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ നോക്കാം. ഇങ്ങനെ വേണ്ട, ഇങ്ങനത്തെ ഒരു
സൈസിൽ. അപ്പം നമുക്കൊന്നും കൂടെ പൊടിയാക്കണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഒന്നും കൂടെ താല്പര്യം. വേണമെങ്കിൽ കൊടുത്തിട്ട് കൈക്ക് നല്ല ഒരു എക്സസൈസ് കൂടെയാണ്. കണ്ടോ, ഇതുപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സൈസാണ് വേണ്ട കേട്ടോ. അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കും. കട്ട് ചെയ്തു മാറ്റുക. ഈ ഭാഗം ഇതങ്ങനെ ഇത്രയും പോകുന്ന പീസുകൾ മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ചോപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ ബ്ലേഡ് വയ്ക്കുക. ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. കട്ടിയുള്ള ഭാഗം നമ്മൾ കളയാൻ കിട്ടാം. നമ്മൾ കളഞ്ഞല്ല. നമ്മൾ വീണ്ടും ഒരു പീസ് എടുത്തു, വീണ്ടും തേച്ച് കൊടുക്കും. പിന്നെ ആക്രാന്തം കാണിക്കരുത്. എല്ലാം കൂടി ഇതിൽ കുത്തി നിറച്ചിട്ട് വലിച്ച് ചോപ്പ് ചെയ്യാൻ നോക്കരുത് കേട്ടോ. ത്രെഡും കേടാവും, ത്രെഡും പൊട്ടിപ്പോവും. ഏതായാലും നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും എങ്ങനെ നോക്കിയാലും. അപ്പോൾ കുറച്ച് പീസുകളായിട്ട് ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം തന്നെ കണ്ടോ ടൈറ്റ് ഉണ്ട്. വല്ലാണ്ട് ഇട്ട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ ത്രെഡൊക്കെ പൊട്ടിയത് കേടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് കുലുക്കി സൈസൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ ആക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഇതേ കണ്ട ഇപ്പം ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ക്യാബേജിന്റെ ക്യാരറ്റിന്റെ അതേ ഒരു സൈസിൽ നമുക്ക് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. നാളികേരം ചെരുകി, സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി കുനുകുന അരിഞ്ഞത്, അതുപോലെ നമ്മുടെ ജീരകം ചതച്ചത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ക്യാബേജ് തോരനിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തോരൻ കണ്ടോ, ക്യാരറ്റ് കുറച്ചുള്ളൂ, ക്യാബേജ് നന്നായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പും മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പം അതിന് മുന്നായിട്ടതേ സവാള, ഇതും പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരു സവാള, ഒരു ചെറിയ സവാളയാണ് കേട്ടോ അത്. പിന്നെ നാളികേരം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക്, 2 വലിയ പച്ചമുളക്, ഇഞ്ചി കുനുകുന അരിഞ്ഞത്, ജീരകം ചതച്ചത്. അപ്പം ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. എണ്ണ ഒഴിച്ചു കേട്ടോ കടുക് വറക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ 2 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിലും ഉഴുന്നും പരിപ്പാണ് എനിക്കിഷ്ടമാണ്. ക്യാബേജ്, ക്യാരറ്റ് തോരൻ, സദ്യക്കൊക്കെ കിട്ടില്ലേ ആ ഒരു ടൈപ്പ്, അതിലൊക്കെ നമ്മൾ ഉഴുന്നും പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ ഈ ഉഴുന്നും പരിപ്പിന് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഒരു ക്യാബേജ് അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യാം. ഞാൻ സ്റ്റൗ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു കേട്ടാ. എന്താണെന്ന് വെച്ചാൽ കടുകും ആ ഉഴുന്നൊന്നും കരിയാണ്ടിരിക്കാനായിട്ട് നമ്മളിതിൽ മഞ്ഞളും ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടാ, മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ലേശം മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ടാ. ഇനി നമ്മളിതിങ്ങനെ പിഴിയാണ് വേണ്ടത്. കണ്ട അങ്ങനെയുള്ള ചാറ് വരും. അതുപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ കുറേ വെള്ളം കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രത്തോളം വെള്ളമാണ് നമുക്ക് ക്യാബേജ് പിഴിഞ്ഞപ്പോൾ കിട്ടിയത് കേട്ടോ. ഇത് നമുക്ക് കളയാം, അതിൽ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂടി വെച്ച് വേവിക്കണ സമയത്ത് നന്നായിട്ട് വീണ്ടും ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം ഈ വെള്ളം നമുക്ക് കളയാം. അപ്പം ഞാൻ തോരൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാണ് വേണ്ടത്. ഓക്കെ, നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ നന്നാക്കിയ സവാളയുടെയൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ. അത് അതൊക്കെ എടുത്തുകൊണ്ട് കളയണം.
കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് ഉണ്ടാവും. അരി ഇടാൻ പോകണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കറികൾ മാത്രമാവും. 3 ഗ്ലാസ് അരി ആണ് യൂഷ്വലി ഇടാറ്, അല്ലെങ്കിൽ 2 ഗ്ലാസ് കേട്ടോ. ഇതങ്ങോട്ട് വേഗം കഴുകി ഒന്ന് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ണണ്ട നേരം ആകുമ്പോഴേക്ക് സെറ്റായി കിട്ടും കേട്ടോ. നമുക്ക് നമ്മുടെ മോരുകറിയില്ലേ കുക്കുംബർ ഇട്ടിട്ടുള്ളത് അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ നമുക്ക് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടിത്തെറിച്ചിട്ട് കണ്ടോ ഇവിടെയൊക്കെ. ഞാനാണെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം ആകെ ഇവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പം അത് വെളുപ്പാക്കണം. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിക്കാം കേട്ടോ. നമ്മുടെ കാബേജ് ഇവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ വിളക്കൊക്കെ വെച്ചു. നേരെ സന്ധ്യ ആയിട്ടുണ്ട്. ഇനി നാമം ചൊല്ലി കഴിഞ്ഞിട്ട് ടെറസിൽ കുറേ തുണി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്ത് വീണ്ടും നനയും. അപ്പോൾ അടുത്തൊരു മഴയ്ക്ക് മുന്നേ നമുക്ക് വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. നാം എത്തിക്കഴിഞ്ഞിട്ട് തുണിയൊക്കെ എടുക്കാൻ വന്നപ്പോഴേക്കും നല്ല പോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് വീഡിയോസ് ഫോണിൻ്റെ ഫ്ലാഷിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. പെട്ടെന്ന് അവിടെ ചടയുന്ന മഴ പെയ്യുക. അപ്പോൾ നമ്മൾ ഓടി ചാടി മുകളിൽ കയറി എടുക്കുമ്പോഴേക്കും തുണിയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇടയ്ക്ക് ചെറിയൊരു വെയിൽ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ ക്യാബേജ് തോരനൊക്കെ റെഡി ആയിട്ടോ, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കുംബർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസിലും വേണ്ട അതിന്, കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കാം. ഒരു അരമുറി നാളികേരം ചെരുകിയിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി നാളികേരം, 2-3 വലിയ ടേബിൾ സ്പൂൺ തൈര്, ഒരു പച്ചമുളക്, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് അരച്ചിട്ട് നമ്മുടെ ആ കൂട്ട് വെന്ത് വന്നിട്ടുള്ള കുക്കുംബറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചെമ്മീൻ ഉണ്ട്, ഉണക്ക ചെമ്മീൻ, അത് ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറണ്ട് പോയത്. പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോയി. ചേട്ടൻ വന്നിട്ടുണ്ട്, ആമിക്കുട്ടി എത്തിയിട്ടില്ല, എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ആമീനെ എടുക്കാൻ പോകണം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോഴേക്കും കറണ്ട് പോയി. എല്ലാ കുക്കിങ്ങും തീർത്ത് വെച്ചിട്ട് സമാധാനമായിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഇത് എടുത്തതല്ലേ തീർക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ ഫോണിൻ്റെ ഫ്ലാഷിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കണത്. ആ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. സൈഡായിട്ട് ഉണക്കച്ചെമ്മീൻ്റെ റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാ. ഇത് മാത്രം മതി ഫുഡ് കഴിക്കാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചെമ്മീൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാണ്. നല്ലപോലെ ക്രിസ്പി ആയിട്ട് എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് നമ്മളത് വറുത്ത് കോരി മാറ്റാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് പച്ചമുളക് ഉണ്ടല്ലോ, 3 വലിയ പച്ചമുളക് നെടുക ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ റോസ്റ്റിക്കൊക്കെ ഇടില്ല അതുപോലെ. പിന്നെ കുറച്ച് വേപ്പില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഈ റോസ്റ്റിക്ക് നമുക്ക് വേണം. പിന്നെ കുത്തുമുളക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഞാൻ കഴുകി വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വറുത്ത് കിട്ടില്ല, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഇപ്പോൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പച്ചമുളക്, വേപ്പില ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക്
നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചെമ്മീനിൽ, വറുത്ത ചെമ്മീനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളകും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെളുത്തുള്ളി, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയാണ് കേട്ടോ. നമ്മളിപ്പോൾ ബിരിയാണിക്കൊക്കെ അരിയില്ലേ നല്ല പോലെ കനം കുറച്ചിട്ട്, അങ്ങനെ അരിഞ്ഞിട്ടുള്ള സവാള ഉപ്പ് പരത്തി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് നല്ല പോലെ പിഴിഞ്ഞിട്ട് ഈ എണ്ണയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് മസാലകൾ, കുറേ മസാലയൊന്നും വേണ്ട, ഞാൻ അങ്ങനെ കുറേ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കില്ല. കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ നമ്മുടെ കുത്തുമുളകും ഇല്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. വേറെ മസാലകളൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ചാറുകറി കാച്ചാന്ന് കരുതി അതിനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞി ചട്ടിയിൽ അത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ളൂ കറി. ഞങ്ങൾക്കത് 2 ദിവസത്തേക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇനി നല്ല പോലെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കറി കാച്ചാന്ന് കരുതി കേട്ടോ. കടുക് പൊട്ടിക്കുന്നുണ്ട്, കുറച്ച് വേപ്പില, ഇത്രയും വേണ്ടു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കറിയിൽ ആഡ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാറ് കറിയും റെഡിയായി, റോസ്റ്റും റെഡിയായി, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ട ക്യാബേജ് തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി അധികം വീഡിയോ നീട്ടണില്ല. ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല, എൻ്റെ കുക്കിംഗ് കഴിയണ വരെ വന്നിട്ടില്ല. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരുടെയും കറണ്ട് പോയിണ്ടാവില്ലല്ലോ, അപ്പോൾ കടയിലോട്ടൊക്കെ പോകേണ്ടതല്ലേ. പിന്നെ ആമീൻ എടുക്കണം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് കണ്ട, എനിക്കിതിപ്പോൾ കാണുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ എന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി. നമ്മുടെ ചാറുകറി ഇത്തിരി കോളുള്ളൂ, 2 ദിവസത്തേക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടൈം കാണാം. ചാച്ചാ, ബൈ ബൈ.